ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന ബൾബിൻ്റെ ക്യാമറയാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അതുപോലെ തന്നെ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും. അതുപോലെ തന്നെ ഗൈസ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും. കയറി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് ബോക്സ് തരുന്നത്. അതിൽ ഇഫി ഹോംസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും. അപ്പോൾ നമുക്ക് പാക്കേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സിലിണ്ടർ ബോട്ടിലാണ് നമ്മളെ ഇഫി ടെക് ബൾബ് ക്യാമറ വരുന്നത്. അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ വെളിയിൽ എഴുതിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ്, അതുപോലെ തന്നെ 2-way കമ്മ്യൂണിക്കേഷൻ, SD കാർഡ് സ്ലോട്ട്, പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട QR കോഡ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്. ഗൈസ് അടുത്ത ബോക്സിൽ കാണുന്നത് ഒരു യൂസർ മാനുവൽ, അതുപോലെ തന്നെ വാറൻറ്റി കാർഡൊക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ വാട്സപ്പ് നമ്പർ കൂടിയുണ്ട്. ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അവരുടെ വാറൻറ്റി കാർഡാണ് കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് യൂസർ മാനുവലാണ്, കള്ളേഴ്സ് യൂസർ മാനുവൽ. അതിൽ ആപ്പ് കണക്ട് ചെയ്യേണ്ട വിധമെല്ലാം കാണിച്ചിട്ടുണ്ട്. അടുത്തതായിട്ടാണ് നമ്മളെ ബൾബ്. പാക്കേജിങ് നല്ലൊരു പാക്കേജിങ് ആയിരുന്നു. ഇതുപോലത്തെ ഒരു ബാഗിലിട്ടാണ് തന്നത്, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം. ഇഫിയുടെ ക്യാമറയാണ്, ബൾബ് ക്യാമറ. അപ്പോൾ ഇന്ത്യൻ ടൈപ്പ് ഹോൾഡറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ LED, അതുപോലെ റീസെറ്റ് ബട്ടണും SD കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. താഴെ 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു സൗണ്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത് നമുക്ക് വൈഫൈ ഓൺ ചെയ്യണം, റൂട്ടറിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇമെയിൽ ID പാസ്വേഡൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. കണ്ടില്ലേ ഗൈസ്, ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഹോമിൽ വന്നിട്ട് ആഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവരുടെ പെർമിഷൻസൊക്കെ അലോ ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്യാമറയിലുള്ള QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ ഗൈസ്, അതുപോലെ പെർമിഷൻസ് എല്ലാം അലോ ചെയ്യുക. അടുത്ത് വരുന്ന ഹോട്ട്സ്പോട്ട്, നിങ്ങളുടെ വീട്ടിൽ ഹോട്ട്സ്പോട്ട് വാങ്ങിയ അതിൻ്റെ പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ QR കോഡ് നമ്മൾ ക്യാമറയിൽ സ്കാൻ ചെയ്യണം. അതിനുശേഷം ഈ ഓപ്ഷൻ വരും. അത് നമ്മൾ ഓക്കെ ചെയ്താൽ നമ്മളെ ക്യാമറ മൊബൈലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഇതിന് ക്യാമറയെ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് ക്യാമറ സ്റ്റോറേജിനായിട്ട് SD കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ക്ലൗഡിലാണെങ്കിൽ നിങ്ങൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് 7 ഡേയ്സ് സ്റ്റോർ ചെയ്യും. അതിനുശേഷം അത് ഡിലീറ്റ് ആയിട്ട് അടുത്ത 7 ഡേയ്സ് റെക്കോർഡ് ആവുന്നതാണ്. താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്പീക്ക്, റെക്കോർഡ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലാണ് അലാറം ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഗൈസ് അടുത്ത ഓപ്ഷനാണ് ലൈറ്റിൻ്റെ ഓപ്ഷൻ. ഇതിൽ ഇൻബിൽഡ് ആയിട്ട് LEDs ഉണ്ട്. അപ്പോൾ അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഓപ്ഷൻസാണ് അടുത്തുള്ളത്. അത് കഴിഞ്ഞ് ഇൻവേഴ്സാണ്, അതായത് തലതിരിച്ച് കാണാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, ഇതാണ് ലൈറ്റിൻ്റെ ഓപ്ഷൻ. നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മോഡിലും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇമേജ് സെറ്റിങ്സ്. അത് നൈറ്റ് വിഷൻ, അല്ലെങ്കിൽ ഫുൾ കളർ, അല്ലെങ്കിൽ ഓട്ടോ മോഡ്. ഇതാണ് ഈ ഇമേജ് സെറ്റിങ്സിൽ വരുന്നത്. കണ്ടില്ലേ ഗൈസ് അടുത്തതായിട്ടാണ് മോഷൻ ട്രാക്കിംഗ്. മോഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഗൈസ്, നമ്മൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ക്യാമറയും മൂവ് ആവും. ഇപ്പോൾ എന്തെങ്കിലും ഒരു മോഷൻ ക്യാമറയുടെ ഫ്രണ്ടിലുണ്ടായാൽ അതിന് അനുസരിച്ച് ആ ക്യാമറ മൂവ് ചെയ്യും. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറാണ് ഈ ക്യാമറയിൽ. ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് ഇതിൽ മൈക്ക് കൊടുത്തിട്ടുണ്ട്. ആ മൈക്ക് വെച്ച് നമുക്ക് ക്യാമറയുടെ സറൗണ്ടിങ് നോയ്സൊക്കെ നമ്മളെ മൊബൈലിൽ അറിയാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇതിൽ 2-way കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ വേറെയും ക്യാമറാസ് ഉണ്ടെങ്കിൽ അത് ഒറ്റ സ്ക്രീനിൽ മെർജായി കാണാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ ഗൈസ്, ഇതുപോലത്തെ ജോയ്സ്റ്റിക്ക് വെച്ച് 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമേജ് ക്വാളിറ്റി SD-യും HD-യും ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും. ദയവായി കയറി സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് ഈ പ്രോഡക്റ്റിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളെങ്കിൽ താഴെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ മറ്റൊരു കിളിതം വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.